സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചെടുത്ത ടാങ്ക് വേദ ഗൈഡഡ് മിസൈലായ ധ്രുവാസ്ത്ര സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ സജ്ജമായതായി റിപ്പോർട്ട്. പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത ധ്രുവാസ്ത്ര ഹെലികോപ്റ്ററിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലഡാക്ക് പോലുള്ള ഉയർന്ന മലനിരകളിലെ യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രുക്കളുടെ ടാങ്കറുകളുടെയും കവചിത വാഹനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ളതാണ്. മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിലെ പൈലറ്റിന് വേഗത്തിൽ പിന്മാറാൻ അവസരം ലഭിക്കും. ഇതിലൂടെ ഹെലികോപ്റ്ററുകൾ ആക്രമണത്തിന് വിധേയമാകുന്ന സാഹചര്യം കുറയ്ക്കാനും സാധിക്കും. ആധുനിക ടാങ്കുകളുടെ മുകൾ ഭാഗത്തെ ബലഹീനമായ കവചത്തിന് പുറമെ 800 മില്ലിമീറ്റർ കനം വരെയുള്ള കവചങ്ങൾ തുളച്ചു കയറാൻ ധ്രുവാസ്ത്രയ്ക്ക് ശേഷിയുണ്ട്. ഏകദേശം 7 കിലോമീറ്റർ ദൂരപരിധിയുള്ള ശത്രു ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ഇതിന് സാധിക്കും. ഏകദേശം 43 കിലോഗ്രാം മാത്രം ഭാരമുള്ള ഈ മിസൈൽ ഹിമാലയം പോലുള്ള സാന്ദ്രത കുറഞ്ഞ വായുവിലും ഹെലികോപ്റ്ററിന്റെ പറക്കലിനെ ബാധിക്കാത്ത രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്ര, പ്രചൻ എന്നീ അറ്റാക്ക് ഹെലികോപ്റ്ററുകളിലാണ് ധ്രുവാസ്ത്ര ഘടിപ്പിക്കുക. ടാങ്ക് വേദ മിസൈലായ നാഗാസ്ത്രയുടെ ഭാഗമായാണ് DRDO ഈ മിസൈലുകൾ വികസിപ്പിച്ചത്. നാഗ് മിസൈലിന്റെ വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പതിപ്പാണ് ധ്രുവാസ്ത്ര. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കൊങ്കൂർസ്, മിലാൻ എന്നീ മിസൈലുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ധ്രുവാസ്ത്രയുടെ വരവോടെ സാധിക്കും. ധ്രുവാസ്ത്ര മിസൈലിന്റെ പ്രധാന സവിശേഷതകൾ നോക്കാം. ഫയർ ആൻഡ് ഫോർഗെറ്റ്. ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ മിസൈൽ യാന്ത്രികമായി ശത്രുവിനെ പിന്തുടരുകയും നശിപ്പിക്കുകയും ചെയ്യും. അപകടകരമായ മാരകശേഷി. ധ്രുവാസ്ത്ര മിസൈലിന് ഏകദേശം 500 മീറ്റർ മുതൽ 7 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ഹെലികോപ്റ്ററിൽ നിന്നുള്ള ആക്രമണം. ഈ ധ്രുവാസ്ത്ര മിസൈൽ ഉയർന്ന ഉയരത്തിൽ പറന്ന് ടാങ്കുകളുടെ ദുർബലമായ മുകൾ ഭാഗം ആക്രമിച്ചവയെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കർ. ഈ മിസൈലിൽ ഘടിപ്പിച്ചിരിക്കുന്ന നൂതന ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കറിന് രാത്രിയിലെ ഇരുട്ടിലും മോശം കാലാവസ്ഥയിലും ശത്രു ടാങ്കുകളെ ആക്രമിക്കാൻ കഴിയും. ഹെലികോപ്റ്റർ ആക്രമണ വിക്ഷേപണം. HAL, രുദ്ര പോലുള്ള ആക്രമണ ഹെലികോപ്റ്ററുകളിൽ നിന്നും ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററുകളിൽ നിന്നും ഇത് വെടിവെക്കാൻ കഴിയും. തൽക്ഷണം നശീകരണ ശേഷി. 800 മില്ലിമീറ്ററിൽ കൂടുതൽ കട്ടിയുള്ള സ്റ്റീൽ പ്ലേറ്റുകൾ ഒരു നിമിഷത്തിനുള്ളിൽ തുളച്ചു കയറാൻ ഇതിന് കഴിയും. അതേസമയം അപ്പാച്ചെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആകാശത്ത് നിന്ന് വെടിവയ്പ് നടത്തിയുള്ള കരസേനയുടെ പരീക്ഷണവും വിജയകരമായി മാറിയിരുന്നു. രാജസ്ഥാനിലെ പൊക്രാൻ ഫയറിംഗ് റേഞ്ചിൽ നടത്തിയ ഫയറിംഗ് അഭ്യാസത്തിലാണ് ഇന്ത്യൻ സൈന്യം തങ്ങളുടെ ഏറ്റവും പുതിയ ആക്രമണ ഹെലികോപ്റ്ററായ ബോയിങ് AH-64 അപ്പാച്ചെയുടെ പോരാട്ട വീര്യം പ്രദർശിപ്പിച്ചത്. ബ്രഹ്മാസ്ത്ര എന്ന പേരിലാണ് ലൈവ് ഫയറിംഗ് അഭ്യാസം നടന്നത്. ഉയർന്ന കൃത്യതയും നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിൽ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ തെളിവാണ് ഈ പ്രകടനം. AGM-114 ഹെൽഫയർ മിസൈലുകൾ, റോക്കറ്റുകൾ, ഓൺ ബോർഡ് തോക്ക് സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് അപ്പാച്ചെ കൃത്യമായ ആക്രമണങ്ങൾ നടത്തും. പൈലറ്റുമാരും ഗ്രൗണ്ട് ക്രൂവും തമ്മിലുള്ള ഏകോപനം പരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ അഭ്യാസം. ലോകത്തിലെ ഏറ്റവും നൂതനമായ മൾട്ടി റോൾ കോമ്പാറ്റ് ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് ബോയിങ് AH-64 അപ്പാച്ചെ. 30 mm ചെയിൻ ഗൺ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഹെലികോപ്റ്ററിന് ഹെൽഫയർ ആന്റി ടാങ്ക് മിസൈലുകളും ഹൈഡ്ര റോക്കറ്റുകളും വഹിക്കാൻ കഴിയും. കൂടാതെ ലോങ് ബോർ, റഡാർ, നൈറ്റ് വിഷൻ സെൻസറുകൾ തുടങ്ങിയ നൂതന ടാർഗറ്റിംഗ് സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും പുതിയ ആക്രമണ ചോപ്പറുകൾക്ക് രാത്രി ഉൾപ്പെടെ എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാനുള്ള കഴിവുമുണ്ട്. സുസ്ഥിര പരിശീലനത്തിലൂടെയും സിസ്റ്റം പരിശോധനകളിലൂടെയും യഥാർത്ഥ പോരാട്ട സാഹചര്യങ്ങൾക്കായി ഉദ്യോഗസ്ഥരെ സജ്ജമാക്കുന്നതിലാണ് അഭ്യാസം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്ന് അപ്പാച്ചെ 451 സ്ക്വാഡ്രോണിന്റെ കമാൻഡിംഗ് ഓഫീസർ പറഞ്ഞു. ആധുനിക യുദ്ധത്തിൽ ആക്രമണ ഹെലികോപ്റ്ററുകൾക്ക് നിർണായക പങ്കാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ ഡ്രോണുകൾ, ലോയിറ്ററിംഗ് മ്യൂണിഷൻസ്, ആർട്ടിലറി ഫയർ തുടങ്ങിയ സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.